ഞങ്ങളുടെ കൊല്ലക്കാരുടെ ഒരു മഹാ ഉത്സവമാണ് കൊല്ലം പൂരം. പൂരങ്ങളുടെ പൂരം എന്നല്ലേ ഇതിനറിയപ്പെടുന്നത് അല്ലേ? പൂരം. അസൈൻ എത്ര വർഷം കൊണ്ട് ഈ പൂരത്തിന് വരാറുണ്ട്? പൂരം ഞാൻ ഏകദേശം എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ ഒരു 18 വയസ്സ് മുതൽ കൊല്ലം പൂരത്തിന് എല്ലാ വർഷവും മുടങ്ങാതെ വരുന്നത്. ആ ഒരു ദിവസം നമുക്ക് ഓർമ്മയിൽ മുഴുവൻ ആശ്രാമ മൈതാനിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിന്നുകൊണ്ട് ആ കുടമാറ്റ സമയം വളരെ ഭംഗിയോടുകൂടി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ആനകളും അതിൻ്റെ മുകളിൽ കയറിയുന്ന കുടമാറ്റമൊക്കെ ഒരു പൂരത്തിൻ്റെ ഭംഗി വിളിച്ചു പോകുന്നേ. അന്ന് സ്കൂൾ അവധിയാണ് നമുക്ക് കൊല്ലം ജില്ല. അസൈൻ കോർപ്പറേഷൻ കൗൺസിലറായപ്പം അറിയാം കൊല്ലത്തൊരു മഹാ ഉത്സവം തന്നെയാണ്. കാരണം തൃശ്ശൂർ പൂരം നമ്മൾ കേട്ടിട്ടുണ്ട്, പിന്നെ കേരളത്തിൽ ഫേമസ് ഉള്ള പൂരം കൊല്ലം പൂരമാണ്. അസൈൻ പറഞ്ഞ കണക്ക് തന്നെ 15 ആനകൾ നിന്ന് കുടമാറ്റമാണ് നടക്കുന്നത്. അത് 2 തവണയായിട്ടാണ് നടക്കുന്നത്. രണ്ട് തവണ കുടമാറ്റം നടക്കും. ഈ മൈതാനം ഏകദേശം 100 ഏക്കർ കാണുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വർണ്ണത്തിനും അപ്പുറമുള്ള ചെറിയ പൂരങ്ങളെല്ലാം കഴിഞ്ഞ് ഇത് എലിമിനേഷൻ ലൈറ്റുകളുമായും ബന്ധപ്പെട്ടിരിക്കുക. അതുകൊണ്ട് തൃശ്ശൂർ പൂരം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കെപ്പോഴും എൻ്റെ നാട്ടിലെ കൊല്ലം പൂരം തന്നെയാണ് വലുത്. അപ്പോൾ ഈ പൂരത്തിൽ നിന്ന് വരുന്നുണ്ട് ആളുകൾ ഇവിടെ വന്ന് വലിയ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് മേടം നാളെ 3-ാം തീയതി, ഇന്ന് മേടം 2, നാളെ മേടം 3. അപ്പം ഒരു വൻ വ്യാപാരവൃത്തം ജനങ്ങളും കൊല്ലത്ത് നമ്മളെ പള്ളിമക്കളുള്ള എല്ലാവരും ഏകദേശം 80% ആളുകളും വരുമല്ലോ അല്ലേ? വരും. പൂരപ്രേമികൾ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമാണ്. നമ്മൾ നിസ്സാരമായി കാണുന്നതല്ല. അപ്പോൾ അവർ ഈ പൂരം പ്രേമിച്ചുകൊണ്ട് ആ പൂരം എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചേർന്നുള്ള ആഗ്രഹത്തോടു കൂടി പല ഭാഗത്തു നിന്നും എത്തുന്നവരുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് തന്നെ അങ്ങനെയാണല്ലോ, ഒരുപാട് പേര് ഇവിടുന്ന് കാത്തിരിക്കും ഇങ്ങനെ പോകാൻ വേണ്ടി. അതുപോലെ കൊല്ലം പൂരം നമ്മൾ കൊല്ലത്തിൻ്റെ മണ്ണിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അതിൻ്റെ സുഖം കൃത്യമായിട്ട് നമുക്ക് അനുഭവിക്കുന്നത്. പക്ഷേ പുറത്തുള്ളവർ അതിലും നല്ല രീതിയിൽ ആനന്ദിച്ചിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അല്ല, അതിൻ്റെ ഒരു പ്രത്യേകത ഈ 2 ക്ഷേത്രങ്ങൾ തമ്മിൽ, നമ്മുടെ താമരക്കുളത്തെ മഹാഗണപതി ക്ഷേത്രത്തിലെ ആനകളും അതുപോലെ തന്നെ പുത്തൂർ കുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ആനകളും തമ്മിൽ ആണ് ഈ 15 ആനകൾ തമ്മിലാണ് മത്സരം, കുടമാറ്റം നടക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു ആശയപരമായൊരു മത്സരം അല്ലെങ്കിലും അത് ജനങ്ങൾക്കത് സുഖിക്കും. കൊല്ലം പൂരം കാണാൻ വരുന്നവർക്ക് സുഖിക്കും. ഞാൻ ആലോചിക്കുന്നത്, ഞാനൊക്കെ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു പൂരം. ഇന്നെൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ 96-ലാണ് നമ്മൾ ഈ കൊല്ലം പൂരം സ്റ്റാർട്ട് ചെയ്യുന്നത്. 31 വർഷമായി. അസൈൻ പറഞ്ഞു തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ, ജനങ്ങൾ, ആബാലവൃത്തം, ജാതിക്കും മതത്തിനും അപ്പുറം, വർണ്ണത്തിനും എല്ലാം അപ്പുറം മനുഷ്യനായ എല്ലാവരും കൊല്ലം പൂരം മെമ്മറിയിലുണ്ടാകും. അവർ കടന്നു വരും. അതുകൊണ്ട് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട, ചിലപ്പോൾ മറന്നിരിക്കുന്നവരുണ്ടാകും ഞങ്ങളുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും നാളെ 3 മണിക്കാണ് ഇവിടെ കുടമാറ്റം തുടങ്ങുന്നത്. ആളും ജനമൊക്കെ എല്ലാവരും ഇവിടെ എത്തണമെന്നാണ് പറയാനുള്ളത്. കൊല്ലം കോർപ്പറേഷൻ അതിന് വല്ല ഭാഗവും വഹിക്കുന്നു. കൊല്ലം കോർപ്പറേഷൻ കൃത്യമായി ഈ പൂരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സജ്ജീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷൻ നാളെ ഇതിന് ക്ഷണിക്കുവാനും പറ്റി. അതുകൊണ്ട് ആബാലവൃത്തം കൊല്ലത്തുള്ള ആളുകളും നാളെ ഇവിടെ എത്തണമെന്ന് ഒരിക്കൽ കൂടി പൂര കമ്മിറ്റി ഇല്ലെങ്കിലും കൊല്ലം നിവാസി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അഭിപ്രായപ്പെടുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, എല്ലാവർക്കും